ചർച്ച് ന്യൂ കമ്മ്യൂണിറ്റി ഇൻ ക്രൈസ്റ്റ്. ക്രിസ്തുവിൽ ഒരു പുതിയ സമൂഹം ആണ് സഭ. അപ്പോസ്തലപ്രവൃത്തികൾ 4-ാം അധ്യായം 32-ാം വാക്യം. അപ്പോസ്തലപ്രവൃത്തികൾ 4-ാം അധ്യായം 32-ാം വാക്യം. വിശ്വസിച്ചവരുടെ കൂട്ടം ഏക ഹൃദയവും ഏക മനസ്സുമുള്ളവരായിരുന്നു. വിശ്വസിച്ചവരുടെ ഹൃദയം ഏക ഹൃദയവും ഏക മനസ്സുമുള്ളവരായിരുന്നു. എന്ത് വിശ്വസിച്ചവരുടെ ഹൃദയം? യേശു ക്രിസ്തുവാണെന്നും ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് പരിഹാര ബലിയായി കാൽവരിയിൽ മരിച്ചു, 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു, അവനിൽ എനിക്ക് പാപമോചനം ലഭിക്കും. ആ ഉറച്ച വിശ്വസിച്ചവർ അവരുടെ കൂട്ടം എന്താണ്? ഏക ഹൃദയവും ഏക മനസ്സും ഉള്ളവരായിരുന്നു. സഭ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരുടെ കൂട്ടം എന്ന് പറയും. യേശുക്രിസ്തുവിന്റെ കാൽവരി യാഗത്തെ, തൻ്റെ ഉയർത്തെഴുന്നേൽപ്പിനെ ഹൃദയപൂർവ്വം അംഗീകരിച്ചവരും അത് വായ്കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുന്നവർ, ജീവൻ പ്രാപിച്ചവർ. അവരുടെ ബാഹ്യമായ ലക്ഷണം എന്ന് പറയുന്നത് ഏക ഹൃദയവും ഏക മനസ്സും. പക്ഷെ ഇന്നോ അത് ഇന്നത്തെ സ്ഥിതി മാത്രമല്ല. വളരെ മുമ്പേ ഒരു പാട്ടുകാരൻ ഇങ്ങനെ പാടി: പേരല്ലാതൊന്നും ഇല്ലയോ, നീലകളെല്ലാം പിഴച്ചാപമാനം ആയയ്യോ, ഓരോ മനസ്സുകളും ഓരോ നീല തിരിഞ്ഞു, ഓരോ മനസ്സുകളും ഓരോ നീല തിരിഞ്ഞു, ഒരു മാനമെന്ന ശക്തി ഒഴിഞ്ഞു പോയല്ലോ സ്വാമി, ഒരു മാനമെന്ന ശക്തി ഒഴിഞ്ഞു പോയല്ലോ സ്വാമി. പെന്തക്കോസ്തിൻ വല്ലഭനെ എഴുന്നരുൾക, പെന്തക്കോസ്തിൻ വല്ലഭനെ. നിന്ദാനം യാചിക്കുന്ന നിന്ദാസരിന്നുള്ളത്തിൽ, നിന്ദാനം യാചിക്കുന്ന നിന്ദാസരിന്നുള്ളത്തിൽ ചിന്തും തീജ്വാലവൊത്ത തിരുപ്രസന്നതയോടെ ചിന്തും, തീജ്വാലവൊത്ത തിരുപ്രസന്നതയോടെ. പെന്തക്കോസ്തിൻ വല്ലഭനെ എഴുന്നരുൾക, പെന്തക്കോസ്തിൻ വല്ലഭനെ. ആദിമസഭയുടെ ഏക ഹൃദയവും ഏക മനസ്സിൻ്റെയും കാരണം അവർ പരിശുദ്ധാത്മ അഗ്നിയാൽ ഒരുമിപ്പിക്കപ്പെട്ടവരായിരുന്നു. പരിശുദ്ധാത്മാവിൻ്റെ അഗ്നി. ആ നിലയിൽ അതിൻ്റെ തുടക്കം മുതൽ ചില കാര്യങ്ങൾ ദൈവത്തിൻ്റെ ആത്മാവ് പ്രകാശിപ്പിച്ചു. അതിലേക്ക് ദൈവത്താത്മാവ് നടത്തിയ കാര്യങ്ങളെ നമുക്ക് തിരുവചനത്തിലൂടെ നമുക്കൊന്ന് ചിന്തിക്കാം. നമുക്കറിയാം, ആദ്യമായി ഇസ്രായേൽ ജനം, അവരെ ദൈവം വിളിച്ച് വേർതിരിച്ച ഒരു ജനമാണ്. തൻ്റെ സ്വന്തം ജനമെന്ന് അതെ ദൈവം പറയത്തക്കവണ്ണം ദൈവം അവരെ തിരഞ്ഞെടുത്തു. അവർക്ക് ദൈവം നൽകിയ ആരാധനാ സ്ഥലമാണ് സമാഗമന കൂടാരം, ടാബർനാക്കിൾ. പുറപ്പാട് പുസ്തകം 25-ാം അധ്യായം അതിൻ്റെ 8-ാം വാക്യത്തിൽ അതിൻ്റെ ആരംഭത്തെക്കുറിച്ച് നമ്മളവിടെ കാണുന്നു. പുറപ്പാട് പുസ്തകം 25-8. ഞാൻ അവരുടെ നടുവിൽ വസിപ്പാൻ അവർ എനിക്കൊരു വിശുദ്ധ മന്ദിരം ഉണ്ടാക്കണം. അപ്പൊ ദൈവം തന്നെ ആവശ്യപ്പെടുകയാണ്, എനിക്ക് എൻ്റെ ജനത്തിൻ്റെ നടുവിൽ വസിക്കണം, അതിനായിട്ട് ഒരു വിശുദ്ധ മന്ദിരം ഉണ്ടാക്കണം. അതാണ് സമാഗമന കൂടാരം. അത് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു നമുക്ക് നോക്കാം.
പുറപ്പാട് പുസ്തകം അതിൻ്റെ 40-ാം അധ്യായം, പുറപ്പാട് പുസ്തകം 40-ാം അധ്യായം 34-ാമത്തെ വാക്യം മുതൽ. അപ്പോൾ മേഘം സമാഗമന കൂടാരത്തെ മൂടി, യഹോവയുടെ തേജസ് തിരുനിവാസത്തെ നിറച്ചു. മേഘം സമാഗമന കൂടാരത്തിൽ അധിവസിക്കുകയും യഹോവയുടെ തേജസ് തിരുനിവാസത്തെ നിറയ്ക്കുകയും ചെയ്തുകൊണ്ട് മോശയ്ക്ക് അടക്കത്ത് കിടക്കാൻ കഴിഞ്ഞില്ല. ഇസ്രായേൽ മക്കൾ തങ്ങളുടെ സകല പ്രയാണങ്ങളിലും മേഘം തിരുനിവാസത്തിൽ നിന്ന് ഉയരുമ്പോൾ യാത്ര പുറപ്പെടും. മേഘം ഉയരാതിരുന്നാൽ അത് ഉയരുന്നാൾ വരെ അവർ യാത്ര പുറപ്പെടാതിരിക്കും. ഇസ്രായേലിന്റെ സകല പ്രയാണങ്ങളിലും അവരെല്ലാവരും കാണുക പകൽ സമയത്ത് തിരുനിവാസത്തിന്റെ മേൽ യഹോവയുടെ മേഘവും രാത്രി സമയത്ത് അതിൽ അഗ്നിയും ഉണ്ടായിരുന്നു. അപ്പോൾ പകൽ മേഘസ്തംഭവും രാത്രി അഗ്നിസ്തംഭവും. ഇത് തുടക്കമാണ്. പകൽ മേഘസ്തംഭം, രാത്രി അഗ്നിസ്തംഭം. അടുത്ത ഒരു ഘട്ടത്തിലേക്ക് വരുന്നതാണ് ആലയം അല്ലെങ്കിൽ ദൈവാലയം. അതിന് ടെമ്പിൾ എന്നാണ് ഇംഗ്ലീഷ് ബൈബിളിൽ ഇത്തരം ഭാഗങ്ങളിലെല്ലാം ഉപയോഗിച്ചിരിക്കുന്നത്. അതിൻ്റെ ആരംഭം നമുക്ക് നോക്കാം. 2 ശമൂവേൽ 7-ാം അധ്യായം അതിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ. 2 ശമൂവേൽ 7-ാം അധ്യായം അതിൻ്റെ 1 മുതൽ. യഹോവ ചുറ്റുമുള്ള സകല ശത്രുക്കളെയും അടക്കി രാജാവ് തന്റെ അരമനയിൽ വസിക്കും കാലത്ത് ഒരിക്കൽ ഞാൻ ദേവദാരു കൊണ്ടുള്ള അരമനയിൽ വസിക്കുന്നു. ദൈവത്തിന്റെ പെട്ടകമോ തിരശ്ശീലയ്ക്കകത്തിരിക്കുന്നു. നാഥാനോ പ്രാർത്ഥിച്ചൊന്നുമില്ല. രാജാവ് ഈ കാര്യം പറഞ്ഞപ്പോൾ തന്നെ രാജാവിന് തിരുമനസ്സുകൊണ്ട് എന്താണ് തോന്നുന്നത് അങ്ങ് ചെയ്തോ എന്നങ്ങ് പറഞ്ഞു. ദൈവം നിന്നോട് കൂടെ കൊണ്ട്. ഇങ്ങനെ വല്ലവരും പറഞ്ഞാൽ പിന്നെ പേടിക്കണം. പക്ഷേ എന്താണ് അവിടെ അടുത്ത് സംഭവിക്കുന്നത്? എന്നാൽ അന്ന് രാത്രി യഹോവയുടെ അരുളപ്പാട് നാഥാനുണ്ടായത് എന്തെന്നാൽ, എന്റെ ദാസനായ ദാവീദിനോട് നീ ചെന്ന് പറ, നീ എനിക്കൊരു ആലയം പണിയുമോ ഞാൻ വസിക്കേണ്ടതിന്? സഞ്ചരിച്ചു വരുന്നത് ചോദിക്കുകയാണ്, ഞാൻ എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ആലയം വെക്കാൻ? എനിക്ക് വസിക്കേണ്ടതിന് വല്ല ആലയം വെക്കേണ്ടതിനാ ഞാൻ പറഞ്ഞിട്ടുണ്ടോ? ഇന്നൊക്കെ ഇതുപോലെ ചോദിച്ചിരുന്നില്ലേ? ഇന്ന് എത്ര കോടിക്കണക്കിന് രൂപയാണ് ഇതിന് കെട്ടിടത്തിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്നതല്ലേ, ആലയമൊന്നും പറഞ്ഞു. ഞാൻ നിന്നോട് പറഞ്ഞോ ഇത് ചെയ്യാൻ? ഇന്ന് ദൈവം ചോദിച്ചിരുന്നെങ്കിലോ? ഇത് അല്പം കൂടെ വ്യക്തമായി മനസ്സിലാക്കാനായി ഞാൻ 1 ദിനവൃത്താന്തം 17 കൂടെ പോവുകയാണ്. 1 ദിനവൃത്താന്തം 17-ാം അധ്യായം അതിൻ്റെ 1 മുതൽ ഉള്ള വാക്യങ്ങൾ. ദാവീദ് തന്റെ അരമനയിൽ വസിച്ചിരിക്കും കാലത്ത് ഒരു നാൾ നാഥാൻ പ്രവാചകനോട്, ഇതാ ഞാൻ ദേവദാരു കൊണ്ടുള്ള അരമനയിൽ വസിക്കുന്നു, യഹോവയുടെ നിയമപ്പെട്ടകമോ തിരശീലയ്ക്ക് കീഴെ ഇരിക്കുന്നു എന്ന് പറഞ്ഞു. നാഥാൻ ദാവീദിനോട്, നിന്റെ താല്പര്യം പോലെ ഒക്കെയും ചെയ്താലും യഹോവ നിന്നോട് കൂടെ ഉണ്ട് എന്ന് പറഞ്ഞു. അന്ന് രാത്രിയിൽ നാഥാന് ദൈവത്തിന്റെ അരുളപ്പാടുണ്ടായതെന്നാൽ, നീ ചെന്ന് എന്റെ ദാസനായ ദാവീദിനോട് പറയുക, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, എനിക്ക് വസിപ്പാനുള്ള ആലയം പണിയേണ്ടത് നീയല്ല. ഞാൻ ഇസ്രായേലിനെ കൊണ്ടുവന്ന നാൾ മുതൽ ഇന്നുവരെയും ഞാനൊരു ആലയത്തിൽ വാസം ചെയ്യാതെ കൂടാരത്തിൽ നിന്ന് കൂടാരത്തിലേക്കും നിവാസത്തിൽ നിന്ന് നിവാസത്തിലേക്ക് സഞ്ചരിച്ചു. എല്ലാ ഇസ്രായേലിനോടും കൂടെ സഞ്ചരിച്ചു വന്ന സ്ഥലങ്ങളിൽ എവിടെ വെച്ചെങ്കിലും എന്റെ ജനത്തെ മേയ്പാൻ ഞാൻ കൽപ്പിച്ചാക്കിയ ഇസ്രായേൽ ന്യായാധിപന്മാരിൽ ആരോടെങ്കിലും, നിങ്ങൾ എനിക്ക് ദേവദാരു കൊണ്ട് ഒരു ആലയം പണിയാതെ ഇരിക്കുന്നത് എന്ത് എന്ന് ഒരു വാക്ക് ഞാൻ കൽപ്പിച്ചിട്ടുണ്ടോ? മതി, അത്രയും മതി. അപ്പോ കോണ്ടക്സ്റ്റ് അത് സത്യമാണെന്നുള്ളതാണ് അല്ലേ? ശമൂവേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു,
ദിനവൃത്താന്ത പുസ്തകത്തിൽ അത് എഴുതിയിരിക്കുന്നു. അപ്പോൾ ദൈവം വാസ്തവത്തിൽ ഒരു ആലയം പ്രതീക്ഷിച്ചില്ല. ദൈവം തൻ്റെ ജനത്തോടുകൂടെ സഞ്ചരിച്ചവനാണ്. ഒരു ആലയത്തിൽ ഇരിക്കുവാൻ ആഗ്രഹിച്ചതല്ല, പക്ഷെ കൂടെ സഞ്ചരിക്കാനായി അത് പോകുന്നിടത്തെല്ലാം കൂടാരമടിക്കണം. സമാഗമന കൂടാരം, അത് തിരുനിവാസം എന്നെല്ലാം അതിന് മറ്റു പേരുകളെല്ലാം നമ്മൾ പുറപ്പാട് പുസ്തകത്തിലൊക്കെ വായിക്കുന്നുണ്ട്. ദൈവം വസിക്കുന്ന, ദൈവത്തിൻ്റെ സാന്നിധ്യം തൻ്റെ ജനത്തിൻ്റെ കൂടെ ഉണ്ട് എന്നറിയിക്കുന്നു. പിന്നീടാണ് ഇതൊരു ആലയമായി മാറിയത്. ശലോമോന്റെ ദേവാലയം എന്ന് പറയും. ദാവീദിന് അത് പണിയുവാനുള്ള അനുവാദം ദൈവം കൊടുത്തില്ല. ദാവീദിനോട് പറഞ്ഞു, നീ ആലയം പണിയത്തില്ല, നിന്റെ മകനായ ശലോമോൻ ആലയം പണിയും. ശലോമോൻ ആലയം പണിയുമ്പോൾ അവിടെയും നമ്മൾ കാണുന്നത് ആലയം പണിത് ശുശ്രൂഷയ്ക്കായി അതിനെ പ്രതിഷ്ഠിക്കുമ്പോൾ ദിനവൃത്താന്തത്തിൽ തന്നെ 2 ദിനവൃത്താന്തം 7-ാം അധ്യായത്തിൽ അവിടെ ആ ആലയത്തിൻ്റെ പണികളെല്ലാം തീർത്ത് അത് പ്രതിഷ്ഠിക്കുമ്പോൾ അവിടെ എന്ത് സംഭവിച്ചു? 2 ദിനവൃത്താന്തം അതിന്റെ തുടക്കം. ശലോമോൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ആകാശത്തുനിന്ന് തീയിറങ്ങി ഹോമയാഗവും ദഹനയാഗവും ദഹിപ്പിച്ചു. യഹോവയുടെ തേജസ് ആലയത്തിൽ നിറഞ്ഞു. ആലയത്തിൽ നിറഞ്ഞിരുന്നത് കൊണ്ട് പുരോഹിതന്മാർക്ക് യഹോവയുടെ ആലയത്തിൽ കടപ്പാൻ കഴിഞ്ഞില്ല. തീയിറങ്ങിയതും ആലയത്തിൽ യഹോവയുടെ തേജസ്സും ഇസ്രായേൽ മക്കളൊക്കെ കണ്ടപ്പോൾ അവർ സാഷ്ടാംഗം വീണു യഹോവയെ നമസ്കരിച്ചു. അവൻ നല്ലവനല്ലോ, അവന്റെ എന്നേക്കുമുള്ളത് എന്ന് ചൊല്ലി സ്തുതിച്ചു. അപ്പൊ ഞാനിത് ഈ ഭാഗങ്ങളൊക്കെ വായിക്കുന്നതിന്റെ ഉദ്ദേശം, സമാഗമന കൂടാരം യഹോവ കൽപ്പിച്ചതുപോലെ മോശ ചെയ്ത് അതിൻ്റെ പണി പൂർത്തിയായപ്പോൾ ദൈവ സാന്നിധ്യം അവിടെ ഇറങ്ങി. ശുശ്രൂഷകന്മാർക്ക് ശുശ്രൂഷിപ്പാൻ കഴിയാതെ വണ്ണം ദൈവ സാന്നിധ്യം അവിടെ ഇറങ്ങി. മേഘസ്തംഭമായി, അഗ്നിസ്തംഭമായി ഇറങ്ങി. തുടർന്ന് ദൈവത്തിൻ്റെ ആലോചന പ്രകാരം ശലോമോൻ ദേവാലയം പണിത് അത് പ്രതിഷ്ഠിക്കുന്ന വേളയിൽ ഇതിൽ ദൈവം പ്രസാദിച്ചിരിക്കുന്നു എന്നതിൻ്റെ അടയാളമായി ദൈവ തേജസ് അവിടെ ഇറങ്ങി, തീയിറങ്ങി. അതെ, ആലയത്തിൽ മറ്റാർക്കും ശുശ്രൂഷിപ്പാൻ കഴിയാതെ വണ്ണം, സമാഗമന കൂടാരത്തിൽ മോശയ്ക്ക് പോലും അകത്ത് കയറാൻ കഴിഞ്ഞില്ല. ഇവിടെ നോക്കുമ്പോൾ ഇവിടെ ആലയത്തിൽ ശുശ്രൂഷ ചെയ്യുവാൻ കഴിയാതെ വണ്ണം ആ ദൈവത്തിൻ്റെ തേജസ് അവിടെ ഇറങ്ങി. ഒടുവിൽ നമുക്കറിയാം ഈ ആലയം എന്തായി മാറി? കള്ളന്മാരുടെ ഗുഹയായി മാറി. ദൈവ സാന്നിധ്യത്തിൽ നിറഞ്ഞ് ദൈവ ഭയത്തോടുകൂടെ ആരംഭിച്ച ആലയങ്ങൾ തലമുറകൾ കഴിഞ്ഞപ്പോൾ കള്ളന്മാരുടെ ഗുഹയായി തീർന്നു. യെരമ്യാ പ്രവചനം 7-ാം അധ്യായം 11-ാം വാക്യം. യെരമ്യാ പ്രവചനം 7-ാം അധ്യായം 11-ാം വാക്യം. എന്റെ നാമം വിളിച്ചിരിക്കുന്ന ഈ ആലയം കള്ളന്മാരുടെ ഗുഹയെന്ന് നിങ്ങൾക്ക് തോന്നുന്നുവോ? എനിക്കും അങ്ങനെ തന്നെ തോന്നുന്നു. എനിക്കും അങ്ങനെ തന്നെ തോന്നുന്നു. ദൈവം പ്രവാചകനിലൂടെ സംസാരിക്കുകയാണ്. ഇനി യേശു വന്ന് നേരിട്ട് അതെല്ലാം ഒന്ന് ഉദ്ധരിച്ച് പറയുകയാണ് ആ പ്രവചനങ്ങൾ. മത്തായി സുവിശേഷം 21-ാം അധ്യായം 13-ാം വാക്യം. മത്തായി 21:13. എന്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടുമെന്ന് എഴുതിയിരിക്കുന്നു. നിങ്ങളോ അതിനെ കള്ളന്മാരുടെ ഗുഹയാക്കി തീർത്തു. ദൈവമാക്കി തീർത്തതല്ല, മനുഷ്യനെന്ന് മാത്രം പറഞ്ഞാൽ പോരാ, ദൈവജനം അതിനെ കള്ളന്മാരുടെ ഗുഹയാക്കി തീർത്തു. അതിനെക്കുറിച്ച് ലൂക്കോസ് എഴുതുമ്പോൾ 19-ാം അധ്യായം 45-ഉം 46-ഉം. വിൽക്കുന്നവരെ പുറത്താക്കി. എന്റെ ആലയം പ്രാർത്ഥനാലയം എഴുതിയിരിക്കുന്നു. നിങ്ങളോ അതിനെ കള്ളന്മാരുടെ ഗുഹയാക്കി തീർത്തു. ഒടുവിൽ എന്താണ് കർത്താവ് പറയുന്നത്? ലൂക്കോസ് 21:5. ചില ദേവാലയത്തെ കുറിച്ച് മനോഹരമായ കല്ലുകളാൽ, വഴിപാടുകളാലും, ഇത് ഹെരോദാവിന്റെ കാലത്ത് നിർമ്മിച്ച ദേവാലയം
46 വർഷം ഇത് പണിയാൻ സമയമെടുത്തു. എന്നാൽ അടുത്ത് ഈ കാണുന്നത് ഇടിഞ്ഞു പോകാതെ കല്ല് കല്ലിന്മേൽ ശേഷിക്കാതിരിക്കുന്ന കാലം വരും. സംഭവിച്ചോ? 40 വർഷം കഴിഞ്ഞപ്പോൾ അത് സംഭവിച്ചു. ഇന്ന് വരെ പണിയാൻ കഴിഞ്ഞിട്ടില്ല. ഒരു വിലാപം അതിൽ മാത്രമാണ് അവിടെ അവശേഷിക്കുന്നത് നമുക്കറിയാം. ഇതുകൊണ്ട് ബന്ധപ്പെട്ടാണ് മറ്റൊരു പദം കൂടെ നമ്മൾ ശ്രദ്ധിക്കുന്നത്. സിനഗോഗുകൾ, സമാഗമന കൂടാരം, ദേവാലയം, ആലയം, സിനഗോഗുകൾ, പള്ളികൾ എന്നാണ് നമ്മുടെ മലയാളം ബൈബിളിൽ അതിന് പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത്. പള്ളികളിൽ എന്താണ് നടക്കുന്നത്? അപ്പോസ്തല പ്രവൃത്തികൾ 13, 13, 14 വാക്യങ്ങൾ. 13, 14 വാക്യങ്ങൾ. ഇസ്രായേൽ ജനം പ്രവാസികളായി പോയപ്പോൾ അവർക്ക് എപ്പോഴും യെരൂശലേം ദേവാലയത്തിൽ വരുവാനായി കഴിയുന്നില്ലായിരുന്നു. എന്നാൽ യാഗങ്ങൾ നടത്തണമെങ്കിലും ഉത്സവം ആചരിക്കണമെങ്കിലും യെരൂശലേമിൽ തന്നെ വരണം. പക്ഷേ സബത്ത് നാളിൽ അവർ കൂടി വന്നത് പള്ളികളിലായിരുന്നു. പള്ളികളിലെ ചുമതല പള്ളി പ്രമാണികൾക്കായിരുന്നു. എന്താണ് പള്ളികൾ നടക്കുന്നത്? അപ്പോസ്തല പ്രവൃത്തികൾ 13, 13, 14. കപ്പൽ നീക്കി അടങ്ങിപ്പോയി. അന്ത്യോക്യയിലെത്തി. സബത്ത് നാളിൽ പള്ളിയിൽ ചെന്നിരുന്നു, അറ്റൻഡ് ചെയ്തു. ന്യായപ്രമാണവും പ്രവചനങ്ങളും വായിച്ചു തീർന്നപ്പോൾ, അപ്പൊ പള്ളിയിൽ നടക്കുന്ന ഇതാണ്. ന്യായപ്രമാണം വായിച്ച് കേൾപ്പിക്കും, പ്രവചന പുസ്തകങ്ങളൊക്കെ വായിച്ച് കേൾപ്പിക്കും. അപ്പോൾ വായിച്ചു കഴിഞ്ഞപ്പോൾ എന്തു സംഭവിച്ചു? അപ്പോൾ പൗലോസ് പണ്ഡിതനാണല്ലോ. അപ്പോൾ പറഞ്ഞു, നമ്മുടെ സഹോദരൻ പൗലോസ് വന്നിട്ടുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് വല്ലതും പറയണ്ടേ പറയാം, ഞാൻ അതിനുള്ള അവസരം തരികയാണ് എന്ന് പറയുകയാണ്. അപ്പോൾ പള്ളിയിൽ നടക്കുന്നത് അവിടെ ഉത്സവവും പെരുന്നാളും ഒന്നുമില്ല, അവിടെ യാഗങ്ങളൊന്നുമില്ല. ന്യായപ്രമാണവും പ്രവചന പുസ്തകങ്ങൾ വായിച്ചു കേൾക്കാം. നമുക്കറിയാം, യേശു സ്നാനപ്പെട്ട് കഴിഞ്ഞ് യേശു നേരെ പോയത് പള്ളിയിലാണ്, ദേവാലയത്തിലല്ല, നസ്രയത്തിലെ പള്ളിയിൽ. നസ്രയത്തിലെ പള്ളിയിൽ പ്രവചന പുസ്തകം വായിക്കാനായിട്ട് പുരോഹിതനെടുത്ത് കൊടുക്കുകയാണ്, യെശയ്യാ പ്രവചനം. അപ്പോഴാണ് തന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്ന ഭാഗം താൻ വായിച്ച് കേൾപ്പിക്കുകയാണ്. എളിവരോട് സദ്വർത്തമാനം ഘോഷിപ്പാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കാൻ, കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. അപ്പോൾ ഇങ്ങനെ ആരും വായിച്ചിട്ടില്ല, മനസ്സിലായില്ലേ? സാധാരണ ഇതുപോലുള്ള ഭാഗം വായിച്ചാൽ ഇന്ന് വായിച്ച് കേട്ട തിരുവചന ഭാഗങ്ങളാൽ നമ്മളെല്ലാവരെയും ഗ്രഹിക്കുമാറാകട്ടെ. പക്ഷേ യേശു വായിച്ച് അങ്ങനെയല്ല നിർത്തിയത്. ഇന്ന് ഈ തിരുവചനത്തിന് നിവർത്തി വന്നിരിക്കുന്നു, ഇന്ന് ഈ തിരുവചനത്തിന് നിവർത്തി വന്നിരിക്കുന്നു. അപ്പോൾ അതിന് നാസറിൻ മാനിഫെസ്റ്റോ, നസറേത്തുകാരൻ്റെ പ്രകടന പത്രിക എന്നാണ് പറയുന്നത്. അപ്പോൾ വീണ്ടും ആ പള്ളിയിൽ ഇതെല്ലാം അവർ പൗലോസ് പ്രസംഗിച്ച് തുടങ്ങി കഴിഞ്ഞപ്പോൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 42 മുതൽ അവർ പള്ളി വിട്ടു പോകുമ്പോൾ പിറ്റേ സബത്തിൽ ഈ വചനം തങ്ങളോട് പറയണമെന്ന് അവർ അപേക്ഷിച്ചു. ജനത്തിന് ഭയങ്കര ആഗ്രഹമായിരുന്നു. പൗലോസ് ഈ തിരുവചനങ്ങളെ വ്യാഖ്യാനിച്ചു കൊടുത്തപ്പോൾ പള്ളി പിരിഞ്ഞ ശേഷം യഹൂദന്മാരിലും ഭക്തിയുള്ള യഹൂദ മതാനുസാരികളിലും പലർ പൗലോസിനെയും ബർന്നബാസിനെയും അനുഗമിച്ചു. അവർ അവരോട് സംസാരിച്ച് ദൈവകൃപയിൽ നിലനിൽക്കേണ്ടതിന് അവരെ ഉത്സാഹിപ്പിച്ചു. അവിടെ ഈ ദൈവകൃപയൊന്നുമില്ല. അവിടെ ആ ന്യായപ്രമാണം വായിച്ച് കേൾപ്പിക്കും, ചൊല്ലുകളെല്ലാം പാടും, പ്രാർത്ഥിക്കും, ആളുകളെ കാണിക്കുകയും വാങ്ങിച്ചങ്ങ് പോകും. ദൈവകൃപയും ഒക്കെ പറയുമെങ്കിലും എന്താണ് ദൈവകൃപയെന്ന് ആളുകൾക്ക് പറഞ്ഞില്ല. പക്ഷെ ഇവർ ആ വചനം വ്യാഖ്യാനിച്ചപ്പോൾ അത് ഉണ്ടായി. അടുത്ത ദിവസം എന്ത് സംഭവിച്ചു? പിറ്റേ ശബത്തിൽ ഏകദേശം പട്ടണം മുഴുവനും ദൈവവചനം കേൾപ്പാൻ വന്നവരെല്ലാം പറഞ്ഞു, നമുക്ക് നമ്മൾ സാധാരണ പള്ളിയിൽ പോയിട്ട് ഒരു ഗുണവും ഇല്ല. പക്ഷേ ഇപ്പോൾ പൗലോസ് എന്ന് പറഞ്ഞ ഒരാൾ വന്നിട്ടുണ്ട്. അത് പണ്ഡിതനാണ്, ഗമാലിൻ്റെ കീഴിൽ നിന്ന് ന്യായപ്രമാണം പഠിച്ച ആളാണ്. അപ്പോൾ അദ്ദേഹം വന്ന് ഈ വചനം തിരുവചനത്തിൽ വ്യാഖ്യാനിക്കുമ്പോൾ നോക്കുമ്പോൾ കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട്. നിങ്ങളും വരണം എന്ന് പറഞ്ഞ് എല്ലാവരും വന്നപ്പോൾ അവിടെ ഉള്ളവർക്ക് എന്ത് ഉണ്ടായി? യഹൂദന്മാരോ പുരുഷാരത്തെ കണ്ട്
അസൂയ എന്ന് പറഞ്ഞവരായി. എന്ത് മനോഹരമായിട്ടാണല്ലേ പരിശുദ്ധാത്മ ഇതെല്ലാം രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്. അസൂയ നിറഞ്ഞവരായി ദുഷിച്ചും കൊണ്ട് പൗലോസ് സംസാരിക്കുന്നതിന് എതിർ പറഞ്ഞു. ബാക്കിയുള്ള വായിക്കാൻ സമയമില്ല. അപ്പോൾ ഇന്നും ഇതുണ്ട്. പള്ളികളിൽ ഒരു നവീകരണം ഉണ്ടാകണം. ദൈവവചനം സംസാരിക്കുന്നവർ കൊണ്ട് ശുശ്രൂഷിക്കപ്പെടണമെന്ന് പറഞ്ഞാൽ ഒരുപാട് പേര് എതിർക്കും. വേണ്ട, നമുക്ക് ഉള്ളത് മതി, എല്ലാം മട്ടിന് മതി അല്ലേ. ആത്മീയമൊക്കെ നമുക്ക് മട്ടിന് മതി, ഇതുകൊണ്ട് തൃപ്തരായാൽ മതി. നമ്മളെല്ലാം വിശ്വാസികളാണല്ലോ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കും. അപ്പോൾ ഇതൊരു വലിയൊരു വെല്ലുവിളിയാണ്. അപ്പോൾ ദൈവാത്മാവ് പറഞ്ഞു പഠിപ്പിച്ചൊരു കാര്യം, നമ്മൾ എല്ലാവരും വിശ്വാസികളാണ്, പക്ഷെ കർത്താവ് നോക്കുന്നത് വിശ്വാസമുണ്ടോ എന്നല്ല, ജീവനുണ്ടോ എന്ന്. വിശ്വാസം നമുക്ക് നൽകിയത് ജീവൻ പ്രാപിക്കാനാണ്. തിരുവെഴുത്തുകളെ നമുക്ക് നൽകിയത് ജീവൻ പ്രാപിക്കാനാണ്. എന്താണ് ജീവൻ? പാപത്തിന്റെ ശമ്പളമായ മരണത്തിൽ നിന്നുള്ള രക്ഷ. അത് മരിച്ച ശേഷം കിട്ടുന്നതല്ല, ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അത് പ്രാപിക്കേണ്ടതാണ്. അപ്പൊ കർത്താവ് നോക്കുന്നത് ജീവനുണ്ടോ എന്നാണ്. ജീവനുള്ളവരുടെ പേരെ ജീവന്റെ പുസ്തകത്തിൽ എഴുതൂ, ജീവപുസ്തകത്തിൽ എഴുതത്തുള്ളൂ. അപ്പൊ ജീവൻ പ്രാപിക്കുക, വിശ്വാസമുണ്ടോ എന്നല്ല. സർദീസിലെ സഭയെ നോക്കി, അത് വിശ്വാസ സമൂഹമാണ്. കർത്താവ് പറഞ്ഞ എന്താണ്? വെളിപ്പാട് 3-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ, വെളിപ്പാട് 3:1 മുതൽ സർദീസിലെ സഭയുടെ ദൂതൻ എഴുതുക, ദൈവത്തിന്റെ 7 ആത്മാവ് 7 നക്ഷത്രമുള്ളവൻ അരുളി ചെയ്യുന്നത്, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു, ജീവനുള്ളവൻ എന്ന് നിനക്ക് പേരുണ്ടെങ്കിലും നീ മരിച്ചു. പറയുന്നത് ജീവന്റെ ഉറവിടമായവനാണ്. ഒരാൾ മരിച്ചു എന്ന് നമുക്ക് ആർക്കും സർട്ടിഫൈ ചെയ്യാൻ പറ്റില്ല, ഡോക്ടർ വന്ന് സർട്ടിഫൈ ചെയ്യണം അല്ലേ. ചിലപ്പോൾ നമുക്ക് തോന്നുമ്പോൾ ജീവനില്ല, പക്ഷെ ജീവൻ ചിലപ്പോൾ കാണും. പിന്നെ ആർട്ടിഫിഷ്യൽ ഓക്സിജൻ കൊടുത്ത് ചിലപ്പോൾ ജീവൻ തിരിച്ചെടുക്കാൻ കഴിയും. ഇവിടെ ജീവന്റെ ഉടകൻ പറയുകയാണ്, നിനക്ക് ജീവനുണ്ടെന്ന് പേരേ ഉള്ളൂ, നീ മരിച്ചവനാണ്, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. വിശ്വാസം ഓക്കെ, പക്ഷെ സ്വഭാവം ശരിയല്ല, സ്വഭാവം ശരിയല്ല. അപ്പോൾ ദേവാലയം, സമാഗമന കൂടാരം, ദേവാലയം, പിന്നെ പള്ളി, ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കും. ഇനി സഭയുടെ ആരംഭത്തിലേക്ക് ദൈവത്തിന്റെ ആത്മാവ് ഒരു ശ്രദ്ധ കൊണ്ടുപോകും. സഭ നോക്കാം. അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ. അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായം 1 മുതൽ. പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടിയിരുന്നു. ഇന്നെ അങ്ങനെയൊക്കെ എഴുതുന്നത്. ഇന്ന് പള്ളിയിൽ വരണവര് ചില പള്ളികളിൽ പോകുമ്പോൾ ആ പാടെ 10 പേര് കാണും. ഒരാൾ ബാക്കിൽ അറ്റത്തൊരു ഫാനിന്റെ മൂട്ടിൽ, ഒരാൾ നടുക്ക് അല്ലേ. അപ്പോൾ ഇവിടെ പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ എല്ലാവരും, എല്ലാവരും എന്ന് പറഞ്ഞ ആരൊക്കെ ഉണ്ട്? യേശുവിൻ്റെ അമ്മയുണ്ട്, യേശുവിൻ്റെ സഹോദരന്മാരുണ്ട്, യേശുവിൻ്റെ ശിഷ്യന്മാരുണ്ട്, ഏകദേശം 120ഓളം പേരുണ്ട്. ആ പേരുകളുടെ ലിസ്റ്റെല്ലാം നമ്മൾ 1-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട് അല്ലേ. അത് വായിക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് എഴുതിയെടുക്കുന്നവർക്ക് അത് റെഫർ ചെയ്ത് പിന്നെ പോയി വായിക്കാം. 13-ാം വാക്യം. അപ്പോൾ ഇങ്ങനെ ഇവരെല്ലാവരും പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ എന്ന് പറഞ്ഞാൽ പെന്തക്കോസ്ത് പെരുന്നാൾ ദിവസം, യെരുശലേം ദേവാലയത്തിൽ പെന്തക്കോസ്ത് പെരുന്നാളാണ്. ആ ദിവസം ആ പെരുന്നാളിന് പോകാതെ മർക്കോസിന്റെ മാളിക മുറിയിൽ അവർ ഒരുമിച്ച് കൂടി. വായിക്കാം. പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ ആകാശത്ത് നിന്നൊരു മുഴക്കം അവർ ഇരുന്നിരുന്ന വീട് മുഴുവനും നിറച്ചു. അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവ് അവർക്ക് പ്രത്യക്ഷനായി. സഭ ആരംഭിക്കുമ്പോഴും അവിടെ സ്വർഗീയ അഗ്നി ഇറങ്ങി. ഹല്ലേലൂയ, ഹല്ലേലൂയ. സമാഗമന കൂടാരം പണി പൂർത്തിയായപ്പോൾ അവിടെ ദൈവത്തിന്റെ തേജസ് ഇറങ്ങി. ശലോമോൻ ദേവാലയം ഉണ്ടാക്കി, അവിടെ അത് പൂർത്തീകരിച്ച് പ്രതിഷ്ഠിക്കുമ്പോൾ അവിടെ ദൈവത്തിന്റെ തേജസ് ഇറങ്ങി. പെന്തക്കോസ്ത് നാളിൽ യെരുശലേം ദേവാലയത്തിൽ പെന്തക്കോസ്ത് പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ മർക്കോസിന്റെ മാളികയിൽ ഇതാ സഭയുടെ ഉദ്ഘാടനം. അതും സ്വർഗത്തിൽ നിന്ന് തീയിറങ്ങി. അത് തീയിറങ്ങുക മാത്രമല്ല, ഓരോരുത്തരുടെ മേലത് പതിഞ്ഞു. ആ തീ പതിഞ്ഞു. പിന്നെ അവർക്ക് അടങ്ങിയിരിക്കാൻ കഴിയത്തില്ല.
അവർ നാവെടുത്ത് സംസാരിക്കാൻ തുടങ്ങി. വായിക്കാം. പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ആത്മാവ് അവർക്ക് ഉച്ചരിച്ചതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. അപ്പോൾ അന്യഭാഷ അവിടെ രണ്ട് രീതിയിലാണ് സംസാരിച്ചത്. മനുഷ്യരുടെ ഭാഷയിലും ദൂതന്മാരുടെ ഭാഷയിലും. മനുഷ്യരുടെ ഭാഷയിൽ പറഞ്ഞത് പലർക്കും മനസ്സിലായി, ദൂതന്മാരുടെ ഭാഷയിൽ പറഞ്ഞത് ആർക്കും മനസ്സിലായില്ല. അപ്പോൾ തന്നെ അവർ പറയാൻ തുടങ്ങി. ചിലർ പറഞ്ഞു ഇവർ ദൈവത്തിന്റെ വൻ കാര്യങ്ങളെ പ്രസ്താവിക്കുന്നു. മറ്റുള്ളവർ പറഞ്ഞു ഇത് പെരുന്നാളിന് കുപ്പി പൊട്ടിച്ചതാണ്, പുതു വീഞ്ഞു കുടിച്ചവരാണ്, ഇവർ ദേവാലയത്തിൽ പോകാതെ ഇവിടെ ഇരുന്ന് കുപ്പി പൊട്ടിച്ചതാണ് എന്നെല്ലാം. അപ്പോഴാണ് പത്രോസ് എഴുന്നേറ്റ് പറയുന്നത്, നിങ്ങൾ ഊഹിക്കുന്നത് പോലെ ഞങ്ങൾ പുതുവീഞ്ഞു കുടിച്ച് ലഹരി പിടിച്ചിട്ടല്ല ഇത് സംസാരിക്കുന്നത്. ദൈവത്തിന്റെ വാഗ്ദത്തമാണ്. അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്റെ മേലെ എൻ്റെ ആത്മാവിനെ പകരുമെന്ന് യോവേൽ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തിട്ടുള്ളതാണ് ഇവിടെ നിവൃത്തീകരിക്കപ്പെടുന്നത്. നോക്കുക, ദൈവത്തിന്റെ ഏത് പ്രവർത്തനത്തിനും ദൈവവചനം അറ്റസ്റ്റേഷൻ ഉണ്ട്. ദൈവവചനത്തിൽ ഇല്ലാത്തതൊന്നും ദൈവത്തിൻ്റെതല്ല. ഇതൊരു പുതിയതാണ്, ഇപ്പൊ കിട്ടിയതാണ് എന്ന് പറഞ്ഞാൽ അതിനെ അംഗീകരിക്കുക. പെന്തക്കോസ്ത് നാളിലെ അനുഭവത്തിന് പോലും ദൈവത്തിന്റെ വചനം ആണ് അത് അറ്റസ്റ്റ് ചെയ്യുന്നത്. അത് രണ്ട് കാര്യങ്ങൾ, ഒന്ന് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം, മറ്റൊന്ന് മീതെ ആകാശത്തിലും താഴെ ഭൂമിയിലും അടയാളങ്ങൾ കാണിക്കും, രക്തവും തീയും പുകയാവും. ഇന്ന് ഇതാണ് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. രക്തവും തീയും പുകയാവിയും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. സഭ പരിശുദ്ധാത്മാവിന്റെ അഗ്നിയാൽ ജ്വലിച്ച് ദർശനങ്ങളും പ്രവചനങ്ങളും ദൈവിക അരുളപ്പാടുകളും അറിയിക്കേണ്ട സഭ ഇന്ന് എപ്രകാരമായിരിക്കുന്നു? ഒരു വലിയൊരു മടങ്ങിവരവ് ഇപ്പോൾ ആവശ്യമാണ്. ക്രിസ്തുവിലുള്ള ഒരു നവസമൂഹമാണിതെന്ന് ആദിമസഭ യെരുശലേം വിശുദ്ധ നഗരത്തിൽ വ്യത്യസ്തമായി നിന്നു, അല്ലേ? യെരുശലേം ദൈവത്തിന്റെ വിശുദ്ധ നഗരമാണ്. അവിടെ ആലയമണികൾ അടിക്കുന്നുണ്ട് ഓരോ സമയത്തും. ഇവിടെ മണിയൊന്നുമില്ല, ഇവർക്ക് മണിയൊന്നുമില്ല. ഇവർ പക്ഷെ തീയുള്ളവരാണ്. പരിശുദ്ധാത്മാവിന്റെ അഗ്നിയാൽ അത്ഭുതങ്ങളും അടയാളങ്ങളും മാത്രമല്ല, കർത്താവിന്റെ വചനം ശക്തിയോടെ കത്തിപ്പടരാൻ തുടങ്ങി. സഭ അതാണ്. പക്ഷെ എന്തു പറ്റി? സഭ ഇന്ന് ആ ആലയത്തിലേക്ക് അങ്ങ് മാറി. കെട്ടിടമാണ് സഭ. ഇപ്പൊ നമ്മൾക്കറിയാം, ക്ഷേത്രങ്ങളിലും മറ്റൊക്കെ ഉത്സവങ്ങൾ വരുമ്പോൾ കിലോമീറ്റർ കണക്കിന് സീരിയൽ സെറ്റ് ഇട്ട് അല്ലേ ക്ഷേത്രത്തെ അലങ്കരിക്കും. ഇപ്പൊ അതുപോലെ പള്ളിയെ അലങ്കരിക്കുന്നു, പള്ളിക്കും സീരിയൽ. പിന്നെ പള്ളി പുനഃപ്രതിഷ്ഠ, അവിടെ ഇരുന്ന ആൾ ഇറങ്ങിപ്പോയ പള്ളിക്കകത്തിരുന്ന. സാധാരണ ക്ഷേത്രത്തിൽ പുനഃപ്രതിഷ്ഠ എന്ന് പറയുമ്പോൾ അവിടെ ഇരുന്ന ആൾക്ക് എന്തോ പ്രശ്നം സംഭവിച്ചു, ഞങ്ങൾ പ്രശ്നം വെച്ച് നോക്കി, ഞങ്ങൾ പുനഃപ്രതിഷ്ഠിക്കുക. എന്താണെന്നൊന്നും ഒരു ബോധവുമില്ലാത്തൊരവസ്ഥയിലേക്ക് നേതൃത്വം പോയിരുന്നു. കുരുടന്മാരായ വഴികാട്ടികളെന്ന് യേശു പറഞ്ഞത് വെറുതെ അല്ല. അപ്പോൾ സഭയെക്കുറിച്ച്, സഭ പരിശുദ്ധാത്മാവിന്റെ അഗ്നിയിൽ യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരാണെന്ന് ഇവരെന്ന് ഉയരത്തി എന്നാണ് അവർ അംഗീകരിച്ചത്. ഹല്ലേലൂയ. നമ്മൾ പലരും ആ അംഗീകാരം പ്രാപിച്ചവരാണ്, അഭിഷേകം പ്രാപിച്ചവരാണ്. പരിശുദ്ധാത്മാവിന്റെ അഗ്നി നമ്മളെ കത്തിച്ചു, നമ്മുടെ ഉള്ളിൽ ആ വിളക്ക് കത്തിക്കൊണ്ടേയിരിക്കുന്നു എന്നാണ് എൻ്റെ ചിന്ത, അല്ലേ? ആ വിളക്ക് അണയാൻ പാടില്ല. നിങ്ങളുടെ ആരെ കെട്ടിയും വിളക്ക് കത്തിക്കൊണ്ടുപിരിക്കട്ടെ. അത് മലയാളത്തിൽ എഴുതിയപ്പോൾ കത്തിയും കൊണ്ടിരിക്കട്ടെ എന്നായി, മനസ്സിലായി? അപ്പോൾ അതുകൊണ്ട് ഒരു കത്തിയും കൂടെ ഇരുന്നോട്ടെ, എപ്പോഴാണ് ഉപയോഗിക്കേണ്ടി വരുന്നത് നമുക്ക് അറിഞ്ഞുകൂടല്ലോ. ഞങ്ങളുടെ കൂടെ ഒരു സന്തോഷ് ബ്രദർ ഉണ്ടായിരുന്നു, ഇടവാച്ചൽ സന്തോഷ്. അപ്പോൾ അദ്ദേഹം രക്ഷിക്കപ്പെടുന്നതിന് മുമ്പേ പള്ളിയിൽ പോകുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹം ബൈബിളിനകത്ത് നിൽക്കത്തെ കൊണ്ട് ഒരു പേന കത്തി, കാരണം ഒരു കത്തിയും കൂടി ഇരിക്കട്ടെ, വാള് ഇല്ലാത്തവൻ വാൾ വാങ്ങട്ടെ എന്നും കൂടെ വചനമുണ്ട്. അതുകൊണ്ട് വാള് വെക്കാൻ പറ്റൂല അതിനകത്ത്. അതുകൊണ്ടൊരു സ്വന്തം സുരക്ഷയ്ക്ക് വേണ്ടി ഒരു കത്തിയും കൂടി ഇരിക്കട്ടെ. അതല്ല, വിളക്ക് കത്തിക്കൊണ്ടിരിക്കട്ടെ. ഹല്ലേലൂയ. ഏതാണ് ഈ വിളക്ക്? വിളക്ക് ഏതാണ്? നമ്മുടെ ആത്മാവാണ്. പരസ്യവാക്യം 20:27 മനുഷ്യന്റെ ആത്മാവ്
യഹോവയുടെ ദീപം അത് പാപത്തിൽ അണഞ്ഞുപോയിരുന്നു. അങ്ങനെ ഒരു സാദൃശ്യം പറയും, അണഞ്ഞുപോയിരുന്നു, ഇരുട്ടിലായിരുന്നു. ഞാൻ യേശു സദൃശ്യവാക്യം 20:27, മനുഷ്യന്റെ ആത്മാവ് യഹോവയുടെ ദീപം. സങ്കീർത്തനം 18:28, നീ എന്റെ ദീപത്തെ കത്തിക്കും. ദൈവത്തിന് മാത്രമേ ആ ദീപം കത്തിക്കാൻ പറ്റൂ, നമുക്ക് കത്തിക്കാൻ പറ്റൂല. നമ്മൾ കൈയടിച്ച് പമ്പ് ചെയ്ത് കത്തിക്കാന്ന് വിചാരിക്കും, അത് അവിടെ നിന്ന് ഇറങ്ങി പോകുമ്പോൾ അത് പിന്നെ അണഞ്ഞു പോകും. അപ്പൊ ഇത് കത്തി ജ്വലിച്ചുകൊണ്ടിരിക്കണം. യോഹന്നാനെ കുറിച്ച് കർത്താവ് പറഞ്ഞത്, അവൻ കത്തി ജ്വലിക്കുന്ന വിളക്കായിരുന്നു, അവൻ കത്തി ജ്വലിക്കുന്ന വിളക്കായിരുന്നു. അപ്പോൾ നമ്മളെല്ലാം കത്തി ജ്വലിക്കുന്ന വിളക്കുകളായിരിക്കാനാണ് കർത്താവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. യു ആർ ദ ലൈറ്റ് ഓഫ് ദ വേൾഡ്. അത് വെറും ലൈറ്റ് അല്ല, ജീവിപ്പിക്കുന്ന വെളിച്ചമാണ്. യോഹന്നാൻ 8:12, എന്നെ അനുഗമിക്ക, എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവന്റെ വെളിച്ചമുള്ളവനായി മാറും. പാപത്തിൽ മരിച്ചു കിടക്കുന്ന ജീവിതങ്ങളെ ജീവിപ്പിക്കുന്ന വെളിച്ചം. കാരണം ഈ വചനം ജീവന്റെ വെളിച്ചമാണ്. ഈ വചനം മനുഷ്യനെ ഇരുട്ടിൽ നിന്ന് ദൈവത്തിന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് കൊണ്ടുവരുന്നതാണ്. അതാണ് ആദിമസഭ. എവിടെയെല്ലാം പോയോ, എവിടെയെല്ലാം വചനം എത്തിച്ചേർന്നോ, അവിടെയെല്ലാം ജനം അത്ഭുത പ്രകാശത്തിലേക്ക് വന്നു, ജീവൻ പ്രാപിച്ചു. ജീവന്റെ ലക്ഷണമായി അവർ ചലിച്ചു തുടങ്ങി. അവർ കർത്താവിന് വേണ്ടി ചലിച്ചു, കർത്താവിന് വേണ്ടി രക്തസാക്ഷികളായി തീർന്നു. അപ്പോൾ സഭ അതിൻ്റെ നിലയിൽ വളർന്നേ മതിയാകത്തുള്ളൂ. ഹല്ലേലൂയ. നോക്കാം സഭയെക്കുറിച്ച് യേശു കർത്താവ് പറഞ്ഞത്. മത്തായി സുവിശേഷം, നമുക്ക് സുപരിതമായ വാക്യമാണ്. മത്തായി 16:18. മത്തായി 16:18, നീ പത്രോസാകും, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല. ഞാൻ എൻ്റെ സഭയെ പണിയും. ഞാൻ എൻ്റെ സഭയെ പണി. സഭകളെ പണിയൊന്നല്ല, സഭയെ പണിയും. ആരുടെ സഭ? എൻ്റെ സഭ. ഇന്ന് കർത്താവിന് സഭയുണ്ടോ എന്നുള്ളതാണ് ഇപ്പോൾ ഒരു സംശയം. എല്ലാവരും പറയാം, ഞങ്ങളുടെ സഭ, ഞങ്ങളുടെ സഭ, ഞങ്ങളുടെ സഭ അല്ലേ, ഞങ്ങളുടെ സഭ. കർത്താവിൻ്റെ സഭ ഏതാണ്? കർത്താവിൻ്റെ സഭയാണെങ്കിൽ കർത്താവ് പണിയുന്നത് കാണാൻ കഴിയും. എല്ലാ സഭ, ദൃശ്യമായ സഭകളിലും കർത്താവിൻ്റെ സഭയിലുള്ളവരുണ്ട്. ഞാൻ ഉപയോഗിച്ച വാക്കുകളൊക്കെ സൂക്ഷിച്ചാണ് ഉപയോഗിച്ചത്. ദൃശ്യമായ സഭകൾ, അദൃശ്യമായ ഏകസഭ, കാതോലികവും അപ്പോസ്തലികവുമായ ഏക സഭയിൽ ഞാൻ, സഭ ഒന്നേ ഉള്ളൂ, ക്രിസ്തുവിൻ്റെ ശരീരമായ സഭ. ഒരു തലയും ഒരു ശരീരം. ആ ശരീരത്തിലെ അവയവങ്ങളെ അവരവർക്കറിയാം, കർത്താവ് എന്നെ പണിയുന്നു. ഹല്ലേലൂയ. 1 പത്രോസ് 2-ാം 4-5 വാക്യങ്ങൾ സഭയുടെ ക്ലാസിക്കൽ ഡെഫിനിഷനാണ്. കാരണം പലരും പറഞ്ഞു പത്രോസിന്റെ മേലാണ് സഭ പണിയുന്നത്. കാരണം പത്രോസേ നീ പാറയാകും, ഇങ്ങനെയല്ലേ നമ്മൾ കേട്ടുള്ളൂ. പത്രോസ് നീ പാറയാകുന്നു എന്നാണ്. നീ പത്രോസാകുന്നു, ഈ പാറമേൽ. അത് ഏതാണ് ആ പാറ? യേശു കർത്താവ് പത്രോസ് പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു. ആ സ്റ്റേറ്റ്മെന്റ്, അതാണ് പാറ. ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന അടിസ്ഥാനത്തിന്മേലാണ് ക്രിസ്തുവിന്റെ സഭ പണിയുന്നത്. ആ ക്രിസ്തുവിന്റെ സഭ പണിയുന്നതിനെ കുറിച്ചാണ് പിന്നെ പത്രോസ് പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ടപ്പോൾ സഭയെക്കുറിച്ച് പറയുന്നു. 1 പത്രോസ് 2-ാം 4-5 വാക്യങ്ങൾ. മനുഷ്യർ തള്ളിയതെങ്കിലും. അപ്പൊ യേശു ക്രിസ്തു ആരാണ്? മനുഷ്യരാൽ തള്ളപ്പെട്ടവൻ. സ്വന്തമായവരിലേക്ക് വന്നു, സ്വന്തമായവർ അവനെ കൈക്കൊണ്ടില്ല, അവർ അവനെ ക്രൂശിച്ചു. മനുഷ്യർ തള്ളിയതെങ്കിലും ദൈവസന്നിധിയിൽ ശ്രേഷ്ഠവും മാന്യവുമായ ജീവനുള്ള കല്ലായ അവന്റെ അടുക്കൽ വന്നിട്ട്, പത്രോസിന്റെ അടുക്കൽ വന്നിട്ടല്ല, യേശു ക്രിസ്തുവിന്റെ അടുക്കൽ വന്നിട്ട്, നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്ന പോലെ. അപ്പൊ ജീവന്റെ അടുത്ത് വന്ന് ജീവൻ പ്രാപിക്കണം. ജീവനുള്ള കല്ലായ അവന്റെ അടുക്കൽ വന്ന് ജീവനുള്ള കല്ലായി തീരണം. നമുക്കറിയാം, കാന്തത്തിന്റെ അടുത്ത് കൊണ്ടുപോയി കാന്തമില്ലാത്തതിനെ കാന്തമാക്കും, അല്ലേ? ഇരുമ്പിനെ കാന്തമാക്കും. അതുപോലെ അവന്റെ അടുക്കൽ, മുമ്പ് അടുത്തു പോകാൻ പറ്റില്ല,
സമാഗമന കൂടാരത്തിലും അടുത്തു പോകാൻ പറ്റില്ല. വിശുദ്ധ സ്ഥലം, അതിവിശുദ്ധ സ്ഥലം, ഇങ്ങനെയൊക്കെ പ്രാകാരമൊക്കെ ഉണ്ട്, അടുത്തു പോകാൻ പറ്റത്തില്ല. മോശ പർവ്വതത്തിലിരിക്കുമ്പോൾ അടുത്ത് വരരുത് ഇല്ലേ? ദേവാലയത്തിലും അടുത്ത്, ആ അതിവിശുദ്ധ സ്ഥലത്തൊക്കെ പോകാൻ മഹാപുരോഹിതന് മാത്രമേ, അതും വർഷത്തിലൊരിക്കൽ. മഹാപുരോഹിതൻ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അകത്ത് കയറി കഴിഞ്ഞാൽ അവിടെ മരിച്ചു വീഴും. അപ്പോൾ അത് പുറത്തെടുക്കാനാണ് ഇടിയിൽ നല്ലൊരു അരക്കെട്ടിലൊരു നല്ലൊരു നീളമുള്ള ചരട്. കാരണം അകത്ത് വീണെന്നറിഞ്ഞിട്ട് അന്ന് അകത്തെടുത്താൽ എടുക്കാൻ പോണവന് മരിച്ചു വീഴും. അപ്പോൾ ഈ അങ്കിയുടെ അറ്റത്ത് മണികളൊക്കെ കെട്ടിയിട്ടിട്ടുണ്ട്. അപ്പോൾ ഈ നിയമപെട്ടകത്തിന് മുമ്പിൽ ഇങ്ങനെ ഒരു റൗണ്ട് ചെയ്യുമ്പോൾ ഈ മണികളെല്ലാം കിലുങ്ങും. അപ്പോൾ മണി കിലുങ്ങാതിരുന്നാൽ പുറത്തേക്കുന്നവർക്ക് മനസ്സിലാവും എന്തോ കുഴപ്പമുണ്ട്, ശബ്ദം കേൾക്കുന്നില്ല. പതുക്കെ കർട്ടൻ്റെ അകത്താണ് നിൽക്കുന്നത്, വലിക്കുമ്പോൾ പിന്നെ തിരിച്ചങ്ങോട്ട് വലിക്കണില്ല. അപ്പോൾ മനസ്സിലായി ആള് തീർന്നു, ബോഡി ഇനി വലിച്ചെടുക്കാം. ഇപ്പൊ ഇപ്പോൾ ഉള്ള ചരടൊന്നും അത്രയും നീളമില്ല അല്ലേ? ഓക്കെ, അപ്പൊ അതവിടെ നിൽക്കട്ടെ. അപ്പോൾ എന്താണ് നമ്മളിവിടെ പറഞ്ഞു വന്നത്? ജീവനുള്ള കല്ലായ അവന്റെ അടുക്കൽ വന്നിട്ട് നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്ന പോലെ ആത്മീയ ഗ്രഹം, അല്ലാതെ കല്ലും മണ്ണും സിമന്റും മരവും കൊണ്ട് നിർമ്മിച്ചതല്ല സഭ. അത് സ്പിരിച്വലാണ്, ആത്മീക ഭവനമാണ്. അതൊരു ഭവനം പണിയുന്നത് പോലെ യേശു കർത്താവ് പറഞ്ഞു, എന്റെ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവൻ പാറമേൽ വീട് പണിയുന്ന മനുഷ്യനോട് തുല്യൻ. ഒരു ഭവനപ്പണി പോലെയാണത്. ആ ഭവനപ്പണിയിൽ ആത്മീയ ഗ്രഹമായി യേശുക്രിസ്തു മുഖാന്തരം പിതാവായ ദൈവത്തിന് പ്രസാദമുള്ള ആത്മീക യാഗം കഴിപ്പാൻ തക്ക വിശുദ്ധ പുരോഹിത വർഗമാകേണ്ടതിന് പണിയപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. ഹല്ലേലൂയ. ഞാൻ മുമ്പൊക്കെ ഞാൻ പാടുമായിരുന്നു, കുശവൻ കയ്യിൽ കളിമണ്ണു ഞാൻ അനുദിനം നീ പണിയണമേ. ഡെയിലി എൻ്റെ ഒരു പാട്ടായിരുന്നു. കുറെ കഴിഞ്ഞപ്പോൾ വിചാരിച്ചു എൻ്റെ പണിയൊക്കെ തീർന്നു കാണും, ഇനി കർത്താവ് എന്നെ പണിയാനൊന്നും ഇല്ല. പ്രാർത്ഥിക്കാൻ അറിയാം, പ്രസംഗിക്കാൻ അറിയാം, പാടാൻ അറിയാം, ഇനി അടുത്ത് ബാക്കിയുള്ളവരെ പണിയാന്ന് വരും. അങ്ങനെ കുറെ കാലം ഞാൻ ഈ പാട്ട് പാടില്ലായിരുന്നു. കാരണം വെറുതെ കള്ളം എന്തിനാണ് പാടുന്നത്? പണി തീർന്നിട്ടില്ല, നിന്റെ പണി തീർന്നിട്ടില്ല, പിന്നെ ഇനിയും ഒരുപാട് പണിയാനുണ്ട് കേട്ടോ. അതുകൊണ്ട് എന്നെയും പണിയണമേ എന്ന് പറഞ്ഞ് അതേ ദൈവകരങ്ങളിൽ സമർപ്പിക്കണമേ എന്ന് പറയും. ഹല്ലേലൂയ. നമ്മുടെ ജീവിത അവസാനം വരെ ചിലപ്പോൾ കർത്താവ് നമ്മെ പണിതുകൊണ്ടേയിരിക്കും. നമ്മുടെ പണി തീർന്നു കഴിയുമ്പോൾ അങ്ങ് വിളിക്കും, മതി. ഹല്ലേലൂയ. അപ്പോൾ കർത്താവ് നമ്മെ പണിയുന്നുണ്ടെങ്കിൽ അവന്റെ വചനത്താൽ, അവന്റെ ആത്മാവിനാൽ, അവിടുത്തെ ജീവനാൽ നമ്മെ പണിയുന്നുണ്ടെങ്കിൽ നമ്മൾ കർത്താവിന്റെ സഭയിലെ അംഗങ്ങളാണ്. വേറെ ഏത് വലിയ സഭയിലെ രജിസ്റ്റർ പേരുണ്ടെങ്കിലും ഈ രജിസ്റ്റർ ഒന്നും മോളിൽ കൊണ്ടുപോകില്ല. അവിടെ ഒരു രജിസ്റ്റർ വെച്ചിട്ടുണ്ട്, കുഞ്ഞാടിന്റെ ജീവപുസ്തകം. അത് വേറെ ആരുടെയും കയ്യിലത് കൊടുത്തിട്ടില്ല അല്ലേ? കുഞ്ഞാടിന്റെ ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത യവനെയും പള്ളിയിടും. ഇപ്പോ സഭ എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിന്റെ അഗ്നിയാൽ ഓരോരുത്തരിലും പതിച്ച് അതെ ദൈവത്തിന്റെ മഹത്വം അവനിൽ വസിക്കുന്ന നിലയിലേക്ക് മാറ്റുന്നതാണ്. അത് കെട്ടിടമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ ആദിമസഭ ഒരുമിച്ച് കൂടി വരുമ്പോൾ അതിനൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. നോക്കാം, അപ്പോസ്തല പ്രവൃത്തികൾ 11-ാം അധ്യായം 26. അവർ ഒരു സംവത്സരം മുഴുവനും സഭായോഗം കൂടുകയും ബഹുജനത്തെ ഉപദേശിക്കുകയും ചെയ്തു. ആദ്യം അന്ത്യോക്യയിൽ വെച്ച് ശിഷ്യന്മാർക്ക് ക്രിസ്ത്യാനികൾ എന്ന് പേരുണ്ടായി. അവർ സഭായോഗം കൂടി. സഭായോഗത്തിലെ ഒരു ഭാഗം മാത്രമായിരുന്നു ആരാധന. അവിടുത്തെ പ്രധാന ഭാഗം ഉപദേശിക്കുക എന്നുള്ളതാണ്, പ്രസംഗിക്കുക എന്നുള്ളതല്ല, ഉപദേശിക്കുക. ഇന്ന് ഉപദേശിക്കാൻ പറ്റില്ല, ഇന്ന് പ്രസംഗിക്കാനേ പറ്റണില്ല, പിന്നെ ഉപദേശിക്കാൻ പറ്റില്ല. അപ്പൊ അതാണ് ഇന്നത്തെ സഭയുടെ അപജയത്തിന്റെ ഏറ്റവും വലിയ കാര്യം. എന്താണ് സഭയുടെ ഉപദേശം?
എന്താണ് ക്രിസ്തുവിന്റെ ഉപദേശമെന്ന് പലർക്കും അറിയത്തില്ല. യോഹന്നാൻ വളരെ വേദനയോടുകൂടെ പറയുന്നൊരു ഭാഗം, 2 യോഹന്നാൻ 9-ാം വാക്യം. 2 യോഹന്നാൻ 9-ാം വാക്യം. ക്രിസ്തുവിന്റെ ഉപദേശത്തിൽ നിലനിൽക്കാതെ അതിർ കടന്നു പോകുന്ന ഒരുത്തനും ദൈവമില്ല. ക്രിസ്തുവിന്റെ ഉപദേശം, ഓരോ സഭയ്ക്കും ഓരോ ഉപദേശം പറഞ്ഞാണ് ഇപ്പോൾ ആകെ പ്രശ്നമായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം യാക്കോബ സഭയ്ക്ക് ഒരു പുതിയ അധ്യക്ഷനുണ്ടായി. അങ്ങേര് തന്നെ പറഞ്ഞിരിക്കുന്നത് വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം തോന്നി. ഞാൻ ക്രിസ്തുവിന്റെ കുരിശെടുത്തുകൊണ്ട് നടക്കുമെന്ന്. ഇന്നത്തെ പത്രത്തിൽ നിങ്ങൾ നോക്കിയാൽ അറിയാം, യേശു ഒരിക്കലും പറഞ്ഞില്ല യേശുവിന്റെ കുരിശെടുക്കാൻ. നോക്കണേ. അപ്പൊ ഇവർക്ക് ലഭിച്ചിരിക്കുന്ന ഒരു സഭയുടെ, കേരളത്തിലെ യാക്കോബ സഭയുടെ പരമാധ്യക്ഷനാണ് പറയുന്നത് ഞാൻ ഇനി ക്രിസ്തുവിന്റെ കുരിശെടുത്തോളം നടക്കും. അപ്പൊ ദൈവത്തിന്റെ വചനത്തെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ അഭാവം, അതാണ് പൗലോസ് പറയുന്നത്. ദൈവത്തിന്റെ സാക്ഷാൽ പ്രതിരൂപമായ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനം ശോഭിക്കാതിരിക്കാൻ ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി. ഇന്ന് വചനത്തെക്കാൾ ഇമ്പോർട്ടന്റ് പാരമ്പര്യമാണ്, നമ്മുടെ ട്രഡീഷൻ. എന്ത് പറയുന്നു? യേശുവിന്റെ കാലത്ത് അതായിരുന്നു ഉണ്ടായിരുന്നത്. യേശു സത്യം പറയാൻ വന്നു. പക്ഷെ ആളുകൾക്ക് സത്യമല്ല ആവശ്യം, ഞങ്ങൾക്ക് ന്യായപ്രമാണമാണ് ഏറ്റവും വലുത്. അതുകൊണ്ടാണ് വ്യക്തമായി പറഞ്ഞത്, ന്യായപ്രമാണം മോശ മുഖാന്തരം വന്നു, കൃപയും സത്യവും യേശു ക്രിസ്തു മുഖാന്തരം വന്നു. ക്രിസ്തു ആരാണ്? ന്യായപ്രമാണത്തിന്റെ അവസാനം. വാക്യം ഒക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? റോമർക്കെ ലേഖനം 10-ാം അധ്യായം 4-ാം വാക്യം. റോമർക്കെ ലേഖനം 10-4. വിശ്വസിക്കുന്ന ഏവർക്കും നീതി ലഭിക്കേണ്ടതിന് ക്രിസ്തു ന്യായപ്രമാണത്തിന്റെ അവസാനമാകുന്നു. യേശു കർത്താവ് വന്നത് ന്യായപ്രമാണം നീക്കാനല്ല, ന്യായപ്രമാണം നിവർത്തിക്കാനാണ്. കാൽവരി ക്രൂശിൽ അത് നിവർത്തീകരിച്ചു. ന്യായപ്രമാണം കൂടാതെ മനുഷ്യന് നീതീകരണം പ്രാപിക്കാൻ കഴിയും എന്നുള്ള സംഗതി നിവർത്തീകരിച്ചു. റോമർക്കെ ലേഖനം 3-ാം അധ്യായം 23 മുതൽ. റോമർ 3:23 മുതൽ. എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ്സ് ഇല്ലാത്തവരായി തീർന്നു. ദൈവത്തിന്റെ കൃപയാൽ ക്രിസ്തുയേശുവിലുള്ള വീണ്ടെടുപ്പ് മൂലം സൗജന്യമായിട്ടത്രേ നീതീകരിക്കപ്പെടും. സൗജന്യമായിട്ട് പാപിയായ ഒരു മനുഷ്യന് നീതിമാനാകാം. യേശു ക്രിസ്തുവിലുള്ള ഹൃദയപൂർവമായ വിശ്വാസം. ആ വിശ്വാസം ദൈവം അംഗീകരിക്കുമ്പോൾ ജീവൻ പകരും. മരണം മാറി ജീവങ്കിലേക്ക് പ്രവേശിക്കും. ഇതൊക്കെ ആത്മീയ അനുഭവങ്ങളാണ്. ആത്മാവിൽ മരിച്ചിരുന്ന അനുഭവം. ആത്മാവിലൊരു ജീവനില്ല, ഇരുട്ട്. അതെല്ലാം മാറും, വെളിച്ചം വരും, ജീവൻ വരും. അത് സൗജന്യമാണ്. പക്ഷെ സൗജന്യമാണെങ്കിലും ഹൃദയപൂർവ്വം വിശ്വസിക്കണം. അതാണ് എബ്രായർ 10:9-10. എബ്രായർ അല്ല, റോമർ 10:9-10. യേശുവിനെ കർത്താവെന്ന് വായികൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരെന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുന്നു മാത്രം അവിടെ പറഞ്ഞാൽ പോരാ. ഇതിന് ഈ ഹൃദയം കൊണ്ടെന്ന് പറയണം. 100% ഒരു സംശയമില്ലാതെ ഞാൻ വിശ്വസിക്കുന്നു, യേശു എൻ്റെ പാപത്തിന് പരിഹാരമായി കാൽവരി ക്രൂശിൽ മരിച്ചു 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. ആ വിശ്വാസം ഹൃദയപൂർവ്വമെന്ന് കർത്താവ് മനസ്സിലാക്കുമ്പോൾ നമ്മൾ നീതിമാനാക്കും. അതാണ് അടുത്ത വാക്യത്തിൽ. ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുകയും വായ് കൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപറയും. എല്ലാം ക്ലിയറാണ്. ഇത് പറയുന്നത് സാധാരണ ഒരു മനുഷ്യനല്ല, യഹൂദൻ. ന്യായപ്രമാണം നന്നായി പഠിച്ച് ഡിഗ്രി എടുത്തത്. ഇന്നത്തെ 2-3 ഡോക്ടറേറ്റ് അദ്ദേഹത്തിന് കൊടുക്കാം. അദ്ദേഹമാണ് യേശുക്രിസ്തുവിന്റെ വെളിപ്പാട് തനിക്ക് കിട്ടിയപ്പോൾ, യേശുക്രിസ്തു എന്താണ് കാൽവരി ക്രൂശിൽ ചെയ്തതെന്ന് വെളിപ്പെടുത്തി കിട്ടിയപ്പോൾ ധൈര്യപൂർവ്വം പറയുകയാണ്, ആ കർത്താവിന് വേണ്ടി താൻ രക്തസാക്ഷിയായി തീർന്നു എന്ന് നമ്മൾ അറിയുന്നു. അപ്പോൾ സഭ പാരമ്പര്യം ഒരു വശത്ത്,
ഞെരുക്കുകയാണ്. നമ്മുടെ പാരമ്പര്യം വിട്ടുകളയരുത്. പത്രോസ് പറയുന്നത് നമുക്ക് പെട്ടെന്ന് ഓർമ്മ വന്ന് കാണുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. 1 പത്രോസ് 1-ാം അധ്യായം അതിൻ്റെ 18 മുതൽ 1 പത്രോസ് 1:18 മുതൽ വ്യർത്ഥവും പിതൃ പാരമ്പര്യവുമുള്ള നമ്മുടെ നടപ്പിൽ നിന്ന്, നമ്മുടെ ജീവിതത്തിൽ നിന്ന് നിങ്ങൾ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന് മുതല വെള്ളി മുതല അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ. എനിക്കിനി പാരമ്പര്യം ഒന്നും പറയാനില്ല, ഞാൻ ഏത് കുടുംബത്തിൽപ്പെട്ടത് എന്നെനിക്ക് പറയാനില്ല. അതിനേക്കാൾ ഏറ്റവും വലുതാണ് ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ രക്തത്താൽ ഞാൻ വീണ്ടെടുക്കപ്പെട്ടു. വീണ്ടെടുക്കപ്പെട്ട കൂട്ടാമേ, വേഗമുണർന്നു രക്ഷകന്റെ വേല ചെയ്യുവാൻ. വീണ്ടെടുക്കപ്പെട്ട കൂട്ടാമേ, വേഗമുണർന്നു രക്ഷകന്റെ വേല ചെയ്യുവാൻ. അന്ത്യകാലം വന്നടുത്തു പെന്തക്കോസ്തിൻ, അന്ത്യകാലം വന്നടുത്തു പെന്തക്കോസ്തിൻ ജ്വാലയാലെ വേല ചെയ്ത ചന്തമോടെ വേല ചെയ്ത സ്വന്തം നാട്ടിൽ പോയിടാം. വീണ്ടെടുക്കപ്പെട്ട കൂട്ടാമേ, വേഗമുണർന്നു രക്ഷകന്റെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഇന്ന് സഭ പരിശുദ്ധാത്മാവിന്റെ അഗ്നിക്ക് പകരം ദൈവാത്മാവ് പറഞ്ഞത് മെഴുതിരി വിളക്ക് കത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. മെഴുതിരി കത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാം പ്രതീകാത്മകം അല്ലേ? ഉയരത്തിൽ അഗ്നി വരേണ്ടതിന് പകരം ആ അഗ്നി ഞങ്ങൾക്ക് വേണ്ട, അത് വന്നു കഴിഞ്ഞാൽ ഇതെല്ലാം കൂടെ കത്തിച്ചാമ്പലാവും. അതുകൊണ്ട് ഞങ്ങൾ ചെറിയൊരു മെഴുതിരി കത്തിച്ചു വെച്ചോളാം. ഇത് മെഴുതിരി വിളക്കല്ല, ഇത് പരിശുദ്ധാത്മാവിന്റെ അഗ്നിയാണ്. പരിശുദ്ധാത്മാവിന്റെ അഗ്നിയാണ്. പരിശുദ്ധാത്മാവിന്റെ അഗ്നിയാൽ മാത്രമേ സഭയ്ക്ക് ആത്മീക വർധനവുണ്ടാകത്തുള്ളൂ. ഹല്ലേലൂയ. 1 കൊരിന്ത്യർ 14-ാം അധ്യായം 12-ാം വാക്യം. 1 കൊരിന്ത്യർ 14:12. സഭയുടെ ആത്മീക വർധനവിനായി സഫലന്മാരാകുവാൻ ശ്രമിപ്പീൻ. സഭയുടെ ആത്മീക വർധനവിനായി. ഇന്ന് ഭൗതികമായി ഒരുപാട് വളർന്നു. ലവോദിക്ക സഭയെ പോലെ ഞാൻ ധനവാൻ, ഞാൻ സമ്പന്നനായിരിക്കുന്നു, എനിക്കൊന്നിനും മുട്ടില്ല. പക്ഷെ കർത്താവ് പറയുന്നത് എന്താണ്? നീ അരിഷ്ടൻ, ദരിദ്രൻ, കുരുടൻ, നഗ്നൻ എന്ന് നീ അറിയുന്നില്ല. അറിയാൻ കഴിയാതെ വണ്ണം ധനം വന്നു കയറും. ദൈവത്തിന്റെ ആവശ്യം അവിടെ ഇല്ല. ആത്മീക വർധനവിന്റെ ആവശ്യമില്ല. വിചാരിക്കുന്ന പ്രോജക്റ്റുകളെല്ലാം നിവർത്തിക്കാനുള്ള എല്ലാ സാഹചര്യവും ഉണ്ട്. ഇല്ല, ആത്മീക വർധനവുണ്ടാകും. ആദിമസഭയിൽ അതെ, അവർ കൂടി വരുമ്പോൾ എന്തെല്ലാം ഉണ്ടായിരുന്നു എന്ന് നമുക്ക് നോക്കാം. 14-ാം അധ്യായം തന്നെ 26-ാം വാക്യം. നിങ്ങൾ കൂടി വരുമ്പോൾ ഓരോരുത്തരും സങ്കീർത്തനമുണ്ട്, ഉപദേശമുണ്ട്, വെളിപ്പാടുണ്ട്, അന്യഭാഷയുണ്ട്, അതിന്റെ വ്യാഖ്യാനവും സകലവും ആത്മീയമാണ്. ഞാൻ എൻ്റെ ഉള്ളിലുള്ള ആഗ്രഹം ഇവിടെ വരുന്നവർക്കെല്ലാം ഇതുപോലെ ഉണ്ടാകണമെന്ന്. വചനം ശുശ്രൂഷിച്ച് കഴിയുമ്പോൾ ഓരോരുത്തരും വെളിപ്പാട് പറയാൻ തുടങ്ങണം, പ്രവചിക്കാൻ തുടങ്ങണം, അന്യഭാഷ വ്യാഖ്യാനിക്കണം. അന്യഭാഷ പറഞ്ഞിട്ട് കാര്യമില്ല. അന്യഭാഷ മറ്റേ മോഷ്ടാവ് ഷിബുവിന്റെ അന്യഭാഷ ഇപ്പൊ വ്യാഖ്യാനിച്ചിരിക്കുകയാണ്. ഏതായാലും ചീത്ത വിളിച്ചില്ല എന്നുള്ളത് ഭാഗ്യം. ആ വ്യാഖ്യാനം നോക്കിയപ്പോൾ ഇതുണ്ടായാൽ മാത്രമേ ജനത്തിന് പാപബോധം വരത്തുള്ളൂ. അതെ, കൊരിന്ത്യർക്ക് 14-ാം അധ്യായത്തിൽ തന്നെ അവിടെ പാപബോധത്തെ കുറിച്ച് പറയുമ്പോൾ നോക്കുക. 23 മുതൽ സഭയൊക്കെയും ഒരുമിച്ച് കൂടി എല്ലാവരും അന്യഭാഷയിൽ സംസാരിക്കുന്നുവെങ്കിൽ ആത്മവരമില്ലാത്തവനോ അവിശ്വാസികളോ അകത്തു വന്നാൽ
നിങ്ങൾക്ക് ഭ്രാന്തെന്ന് പറയുകയില്ലയോ? എല്ലാവരും പ്രവചിക്കുന്നുവെങ്കിലോ അവിശ്വാസിയോ ആത്മവരമില്ലാത്തവനകത്ത് വന്നാൽ എല്ലാവരുടെ വാക്കിനാലും അവന് പാപബോധം വരും. പാപബോധം വരും. അവൻ എല്ലാവരാലും വിവേചിക്കപ്പെടും. അവന്റെ ഹൃദയ രഹസ്യങ്ങളും വെളിപ്പെട്ടു വരും. അങ്ങനെ അവൻ കവിണ്ണു വീണ് ദൈവം വാസ്തവമായി നിങ്ങളുടെ ഇടയിൽ ഉണ്ട് എന്ന് ഏറ്റുപറഞ്ഞ് ദൈവത്തെ നമസ്കരിക്കും. ഇന്ന് ദേവദാസന്മാർക്കാണ് എല്ലാം നമസ്കാരം. ദൈവത്തെ നമസ്കരിക്കും. പാപബോധമുണ്ടാകും. അവിശ്വാസിയായാലും ആത്മവരമില്ലാത്തവനായാലും ആത്മാഭിഷേകം പ്രാപിച്ചിട്ടില്ല. പക്ഷെ ഞാൻ എൻ്റെ ചെറുപ്പകാലത്തൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. ദൂത് പ്രവചനമൊക്കെ പറയുന്നവർ വരുന്നു എന്ന് പറയുമ്പോൾ ഉള്ളിൽ പേടിയാണ്. നമ്മൾ തന്നെയൊക്കെ വിളിച്ച് പറയുമോ? ഇന്ന് ഒരു പേടിയും ഇല്ല. ദൈവഭയം എന്ന് പറയുന്നില്ല. കാരണം കയ്യിൽ നിന്നിട്ടങ്ങ് തട്ടി വിടുകയാണ്. എൻ്റെ അടുത്ത് ഒരു പ്രവാചകൻ പറഞ്ഞത്, നമ്മുടെ തിരുവനന്തപുരത്തെ ഒരു പ്രശസ്തനായ പ്രവാചകൻ ഞങ്ങളുടെ വീട്ടിൽ വന്ന് പറഞ്ഞാണ്, സാറേ ഭാര്യ പ്രത്യേകിച്ച് പറഞ്ഞയച്ചു, സാറിൻ്റെ അവിടെ ചെന്ന് വല്ലതൊക്കെ പ്രവചിച്ചിട്ട് വരരുത്. കാരണം ഞാൻ ഭാര്യയെ ബൈബിൾ പഠിപ്പിക്കുന്ന അധ്യാപകനായി. അവരെന്നോടുള്ള സ്നേഹത്തിലാണ് ഭർത്താവിന് സാറൊന്ന് വിളിച്ച് പ്രാർത്ഥിപ്പിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ പ്രത്യേകിച്ച് പറഞ്ഞയച്ചു, വല്ലതും വിളിച്ചപ്പോൾ ഞാൻ ചോദിച്ചു, എന്തിനാ എൻ്റെ അടുത്ത് അത് പറയണം? അല്ല സാറേ, ഞങ്ങൾക്കൊരു ചില ടെക്നിക്കുകളുണ്ട്, മനസ്സിലായാലും. ഞങ്ങളൊരു വീട്ടിൽ ചെല്ലുമ്പോൾ അവിടെ അന്തരീക്ഷമൊക്കെ നോക്കിയിട്ട് ഒരു കാര്യം ഒന്ന് പറയും. ഇവിടെ അന്ധകാരത്തിൻ്റെ ശക്തിയുടെ ശക്തിയായ വ്യാപാരം കാണുന്നു. എല്ലാവരും കൈയടിച്ച് ആരാധിച്ചുകൊണ്ടിരുന്നോളം കൈയടിക്കാത്തവൻ്റെ മേലെ ആ ആത്മാവ് കയറുമെന്നു. അപ്പോൾ ഭയങ്കര ഒരു കൈയടി മുമ്പ് ഇതായിട്ട്. അപ്പോൾ ഞങ്ങൾക്ക് ശുശ്രൂഷിക്കാനുള്ള ഒരു അവസരമായി. പിന്നെ 2-3 കാര്യങ്ങളൊന്ന് തട്ടിവിടും. ഏതെങ്കിലും ഒന്ന് ക്ലിക്കായാൽ ഞങ്ങൾ രക്ഷപ്പെട്ടു. അവർ രക്ഷപ്പെട്ടെന്നല്ല, ഞങ്ങൾ രക്ഷപ്പെട്ടു. അപ്പോൾ ഇതൊക്കെ എൻ്റെ അടുത്ത് പുള്ളി പറഞ്ഞു തന്ന കാര്യങ്ങളാണ്. പക്ഷെ ഇവിടെ ഇതെന്താ സംഭവിക്കുന്നത്? ഇന്ന് ഉണ്ടാകേണ്ട എന്താ? പാപബോധം ഇല്ലല്ലോ. ജനമെല്ലാം തൃപ്തരാണ്. ഞായറാഴ്ച വരുന്നവർക്കൊന്നും എല്ലാവരും തൃപ്തരാണ്. ദൈവം നടത്തിയതിനായി സ്തോത്രം. പിന്നെ പറയുമ്പോഴും നമ്മൾ കഴിഞ്ഞ ഒരാഴ്ച വല്ലതും ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നാണ് പറയുന്നത്, അല്ലേ? ചെയ്തുകൊണ്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ അവിടെയും ഒരു ആശ്വാസം. വല്ലതും ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നല്ലേ അച്ഛൻ പറഞ്ഞു. അത് അറിഞ്ഞറിയാതെ വല്ലതും ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് ഓർമ്മയില്ല കർത്താവേ, അങ്ങേക്ക് ഓർമ്മ വരണമെങ്കിൽ ക്ഷമിക്കണം കർത്താവ്. ഈ ഉഴപ്പം പരിപാടികളൊന്നും ദൈവത്തിന് ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെ യേശു കർത്താവ് സഭയുടെ ആരംഭത്തിന് മുമ്പേ തൻ്റെ ശുശ്രൂഷ അവസാനിപ്പിക്കുമ്പോൾ ചില കാര്യങ്ങളും വിളിച്ചു പറയാൻ തുടങ്ങി. മത്തായി സുവിശേഷം 23-ാം അധ്യായമാണ്. അത് മുഴുവനും വായിക്കേണ്ടതാണ്. എങ്കിൽ അതിൽ അത്യാവശ്യമുള്ള ചില വചനങ്ങൾ നമുക്ക് വായിക്കാം. മത്തായി 23:1 മുതൽ. ഇന്നത്തെ സഭയുടെ അവസ്ഥ ഇതാണെന്ന് അറിയണം നമ്മൾ. ശാസ്ത്രിമാരും പരീശന്മാരും മോശയുടെ പീഠത്തിൽ ഇരിക്കുന്നു. അത് പറയുന്നൊക്കെയും ചെയ്യണം. പക്ഷേ പ്രസംഗമൊക്കെ നല്ലതാണ് കേട്ടോ, നല്ല പ്രസംഗം അല്ലേ? അവരെല്ലാം അപ്പോയിൻമെന്റാണ്. അതുകൊണ്ട് അവർ പറയുന്നത് പോലെ ചെയ്യണം, പക്ഷെ അവർ ചെയ്യുന്നത് പോലെ ചെയ്യും. അടുത്ത് അവർ പറയുന്നതല്ലാതെ അത് ചെയ്യുന്നില്ലല്ലോ. അവർ ഒരുപാട് നിയമങ്ങളൊക്കെ ഉണ്ടാക്കി ധനമുള്ള ഭാരങ്ങളൊക്കെ കെട്ടി മനുഷ്യന്റെ മേൽ വെക്കുകയാണ്. ഇവരതിൻ്റെ ഒരു അറ്റം പോലും തൊടത്തില്ല. മനുഷ്യർ കാണും. അന്ന് വലിയ വീതിയുള്ള ഇതൊക്കെ ഉണ്ടായിരുന്നു, സർപ്ലീസും ഇതുപോലെയൊക്കെ പറയുന്ന സ്റ്റാളെല്ലാം ഉണ്ടായിരുന്നു, തൊങ്ങലും നീണ്ട ഇതെല്ലാം. ഇന്ന് നമുക്ക് ഫേസ്ബുക്ക് ഉണ്ട്, വാട്സപ്പ് ഉണ്ട്, എല്ലാം പരസ്യമാണ്. അടുത്ത് കണ്ടോ നോക്കണം, ഞങ്ങളുടെ മന്ത്രപ്പെട്ട വീതിയാക്കി തൊങ്ങൽ വലുതാക്കുന്നു. പള്ളിയിൽ മുഖ്യാസനവും നിങ്ങൾ ഗുരു എന്ന പേരെടുക്കരുത്. നിങ്ങളെല്ലാവരും ഗുരു, എല്ലാവരും സഹോദരന്മാർ. ഭൂമിയിൽ ആരെയും സ്പിരിച്വലി പിതാവ് എന്ന് വിളിക്കുക, അതാണ് എൻ്റെ അർത്ഥം. ആത്മീയമായ പിതാവ് ഇവിടെ ഭൂമിയിൽ ആരുമില്ല. ഒരുത്തനത്ര നിങ്ങളുടെ പിതാവ്, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ്. നായകന്മാരെന്നും പേരെടുക്കരുത്. ഒരുത്തനത്രയും നിങ്ങളുടെ നായകൻ.
ക്രിസ്തു. ക്രിസ്തു അത്രയും നായകൻ. ഏറ്റവും വലിയവൻ ഏറ്റവും ശിക്ഷക്കാരനാണ്. ഇനി ചില വാക്യങ്ങൾ ഞാൻ പെട്ടെന്ന് വായിക്കുക. 13-ാം വാക്യം. കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീശന്മാരുമായുള്ളവരെ, നിങ്ങൾക്ക് കഷ്ടം, നിങ്ങൾ മനുഷ്യർക്ക് സ്വർഗരാജ്യം അടച്ചു കളയുന്നു. നിങ്ങൾ കടക്കുന്നതുമില്ല, കടക്കാൻ മറ്റുള്ളവരെ സമ്മതിക്കുന്നില്ല. പണ്ടൊരു ഒരു ചുല്ലുണ്ടല്ലോ, പക്ഷെ പുല്ല് തിന്നേയില്ല, അങ്ങനെ എന്തോ രീതി. പട്ടി പുല്ല് തിന്നേയില്ല, പശുവിനെ തിന്നാൻ സമ്മതിക്കില്ല. ഈ കൂട്ടായ്മ വരുന്നവർ വേറെ എവിടെയെങ്കിലും പോകണമെന്ന് പറഞ്ഞാൽ അവരുടെ മേൽ ശക്തമായ നടപടി ഉണ്ടാകും. അപ്പോ ഇവിടെ കൊടുക്കേണ്ടത് കൊടുത്തേ വേറെ ഒരിടം പോകില്ലായിരുന്നു. ഇവിടെ കൊടുക്കാത്തതുകൊണ്ടല്ലേ വേറെ പലയിടത്തും പോകുന്നത്. അടുത്ത് നോക്കാം. നിങ്ങൾ കരയും കടലും ചുറ്റി ഒരുത്തിനെ മതത്തിൽ ചേർക്കും, ചേർന്ന ശേഷം അവനെ ഇരട്ടി നരകത്തിന് യോഗ്യനാകും. മതപരിവർത്തനത്തിനെതിരെയാണ് യേശു പ്രസംഗിച്ചത്. കാരണം മനുഷ്യന് ആവശ്യം മതമല്ല. ക്രിസ്തു മതം യേശുവിൻ്റെതല്ല. യേശുവിൻ്റെത് സുവിശേഷമാണ്, ഗുഡ് ന്യൂസാണ്. മനുഷ്യനെ പാപത്തിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷിച്ച് മനുഷ്യനെ മനുഷ്യനാക്കുന്ന ആണ് സുവിശേഷം. ഇന്നത് മതവൽക്കരിക്കപ്പെട്ടിരിക്കുന്നു. പിന്നെ ഈ അടുത്ത് പറയുകയാണ്, കുരുടന്മാരായ വഴികാട്ടികളെ, നിങ്ങൾക്ക് കഷ്ടം, നിങ്ങൾ കൊതുകിനെ അരിച്ചെടുക്കുകയും ഒട്ടകത്തെ വിഴുങ്ങുകയും ചെയ്യും. ആയിരക്കണക്കിന് കോടിക്കണക്കിന് വെട്ടിച്ചാൽ കുഴപ്പമില്ല, 10 രൂപ മാസം കൊടുക്കാത്തവനെ ഒന്നയ്ക്കും. കോടിക്കണക്കിന് വെട്ടുന്നതല്ല, അത് ആ ഒരു അർത്ഥത്തിൽ പറഞ്ഞിരിക്കുന്നു. നിങ്ങൾ കൊതുകിനെ അരിച്ചെടുക്കുന്നു, ഒട്ടകത്തെ വിഴുങ്ങിക്കളയും. പിന്നെ എന്താണ് അടുത്ത് പറയുന്നത്? പുറംപിടിപ്പാക്കും. വെള്ള തേച്ച ശവക്കല്ലറുകള്, നിങ്ങൾക്ക് കഷ്ടം. ഇങ്ങനെയെല്ലാം പാമ്പുകള്, സർപ്പസന്തതികള്, ഇങ്ങനെയെല്ലാം പറഞ്ഞാണ് യേശുവിൻ്റെ വേദന നിൽക്കുന്നത്. ഇന്ന് ഇതാണ് സംഭവിച്ചിരിക്കുന്നത്. സത്യം പറഞ്ഞു കൊടുക്കുന്നില്ല. ഞാനൊരു സഭയിൽ പോയി ശുശ്രൂഷ കഴിഞ്ഞപ്പോൾ അവിടുത്തെ ഒരു ശുശ്രൂഷ ഞാൻ എൻ്റെ അടുത്ത് പറഞ്ഞു, സാറേ നമ്മൾ ജനത്തെ വഞ്ചിക്കുകയാണല്ലേ സാറേ. എൻ്റെ അടുത്ത് മുഖത്തേക്ക് പറഞ്ഞു, വേദന, നമ്മൾ ഈ ജനത്തെ വഞ്ചിക്കുകയാണല്ലേ സാറേ. ഞാൻ പറഞ്ഞു, തന്നെയാണ്. നമ്മൾ സത്യം ജനത്തിന് പറഞ്ഞു കൊടുക്കുന്നില്ല. അവർ പള്ളിയിൽ വരുന്നവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളതെന്നാണ് അവർ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത്. വിശുദ്ധിയിൽ നിന്ന് വിശുദ്ധിയിലേക്ക് വളരണം, ദൈവത്തിൻ്റെ വഴിയിൽ നടക്കണം. ദൈവം നടത്തുന്നതല്ല ക്രിസ്തീയ ജീവിതം, ദൈവത്തിൻ്റെ വഴിയിൽ നടക്കുന്നതാണ് ക്രിസ്തീയ ജീവിതം. ഇതൊന്നും പറഞ്ഞു കൊടുത്താൽ അവർക്ക് ഇഷ്ടപ്പെടില്ല. അതുകൊണ്ട് അത് ആ മേഖലയും തൊടുന്നില്ല. ദൈവം നടത്തിയതിനായി സ്തോത്രം. ഇനിയും ദൈവം നിങ്ങളെ നടത്തും. ഇല്ല, ഈ നാളുകളിൽ നാം പരിശുദ്ധാത്മാവിൻ്റെ അഗ്നിയിൽ, പരിശുദ്ധാത്മാഗ്നിയാൽ നിറഞ്ഞ് നമ്മൾ ജീവിക്കണം. പഴയ പാഠപുസ്തകത്തിൽ ഞാൻ പല പാട്ടുകളും നോക്കി. ആ പാട്ടുകളെല്ലാം ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ക്രിസ്തീയ പാഠപുസ്തകത്തിൽ 62-ാമത്തെ പാട്ടിൻ്റെ ചില വരികൾ, ആശ്വാസപ്രദനേ എന്നേക്കും വാഴുക, നിൻ സഭ നിന്റെ ആലയം, അതിൽ പ്രവേശിക്കാം. കർത്താവിൻ ശിഷ്യരെ നീ പണ്ടു ദർശിച്ചു, പിളർന്ന തീ നാവായി വന്നു സൽപ്രാപ്തി കൽപ്പിച്ചു. അന്ന് പിളർന്ന തീ നാവായി വന്നു, ഇന്നും അത് സംഭവിക്കും. കാരണം അത് വന്നാലേ ശരിയാവുള്ളൂ. വിളക്കണഞ്ഞിരിക്കുകയാണ്, അത് കത്തിയേ പറ്റൂ. അപ്പൊ അന്ന് കത്തി, അതിനായിട്ട് സ്തോത്രം. ഇന്ന് കത്തണ്ടേ? ഈ CSL ആ പാട്ടുണ്ടോന്ന് എനിക്കറിഞ്ഞില്ല. തീ കത്തിക്കാ എന്നിൽ, തീ കത്തിക്കാ സ്വർഗീയ രാജാവേ, തീ കത്തിക്കാ, തീ കത്തിക്കാ എന്നിൽ, തീ കത്തിക്കാ സ്വർഗീയ രാജാവേ, തീ കത്തിക്കാ. മോശ അല്ലെ, മോശ ആ പാട്ടൊന്ന് എടുത്ത് നമുക്ക് പാടാം, ഒന്ന് കിട്ടുമോ നോക്കാം. അത് ഇന്ന് വേണം. ഇരുട്ട് മാറണമെങ്കിൽ വെളിച്ചം വരണം.
അത് സ്വർഗീയമായ അഗ്നി തന്നെ ഇന്നും വ്യാപരിക്കുന്നത്, അത് മടങ്ങിപ്പോയിട്ടില്ല. ഉണ്ട്. സ്തോത്രം. പണ്ടൊരു കാലത്തിൽ മോശ കണ്ട മുൾപടപ്പിൽ അഗ്നി കത്തിയൊളിയോ. പണ്ടൊരു ഹല്ലേലൂയ. കാലത്തിൽ മോശ കണ്ട മുൾപടപ്പിനുള്ളിൽ കത്തിയൊരു തീ കത്തിക്കായ എന്നിൽ തീ കത്തിക്കാ സ്വർഗീയ രാജാവേ തീ കത്തിക്കാ. മഹത്വത്തിൽ അന്ധകാരം നീക്കാൻ സ്വർഗീയമാമഗ്നി കത്തിച്ചോനെ. ഭൂതലത്തിൽ അന്ധകാരം നീക്കാൻ സ്വർഗീയമാമഗ്നി കത്തിച്ചോനെ. തീ കത്തിക്കാ എന്നിൽ തീ കത്തിക്കാ ഹല്ലേലൂയ. സ്വർഗീയ രാജാവേ തീ കത്തിക്കാ. മഹത്വത്തിനായി എന്നിൽ കത്തിക്കണേ. മനസ്സിന ശുദ്ധിയെ നീക്കിടുവാൻ മഹത്വത്തിൻ തീ എന്നിൽ കത്തിക്കണേ. മനസ്സിന ശുദ്ധി നീക്കിടുവാൻ തീ കത്തിക്കാ എന്നിൽ തീ കത്തിക്കാ. സ്വർഗീയ രാജാവേ തീ കത്തിക്കാ. പെന്തക്കോസ്ത് നാളിലാക്കിനവാ ഓ പെന്തക്കോസ്തിൻ നാളിലാഗ്നിനവാ ചന്തമോടങ്ങും പകർന്ന പോലെ തീ കത്തിക്കാ എന്നിൽ. ഹല്ലേലൂയ. തീ കത്തിക്കാ എന്നെയും എനിക്കുള്ള സകലത്തെയും യാഗമയർപ്പണം ചെയ്യുന്നു ഞാൻ. എന്നെയും എനിക്കുള്ള സകലത്തെയും യാഗമയർപ്പണം ചെയ്യുന്നിതാ. തീ കത്തിക്കാ എന്നിൽ തീ കത്തിക്കാ. സ്വർഗീയ രാജാവേ തീ കത്തിക്കാ. തീ കത്തിക്കാ എന്നിൽ തീ കത്തിക്കാ. സ്വർഗീയ രാജാവേ തീ കത്തിക്കാ.